ഹോളിവുഡിൽ നിന്നും വന്ന ഒരു കിടിലൻ ക്ലാസിക് ത്രില്ലർ പടം പറയാം. നിങ്ങൾ ത്രില്ലർ പ്രേമികളാണെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു കിടിലൻ പടമാണെന്ന് ഞാൻ പറയും. 81 ഇറങ്ങിയ സിനിമയാണ്, പക്ഷേ ഇതിന്റെ മേക്കിംഗ് ക്വാളിറ്റി ഒക്കെ വളരെ മികച്ചതാണ്. ഫിലിം ഇൻഡസ്ട്രിയിൽ സൗണ്ട് ഡിസൈനറായിട്ട് ജോലി ചെയ്യുകയാണ് നമ്മുടെ നായകൻ ജാക്ക് ടെറി. പുള്ളി കൂടുതലും ഈ ലോ ബഡ്ജറ്റ് അല്ലെങ്കിൽ ബി ഗ്രേഡ് ഇറോട്ടിക് സ്ലാഷർ ത്രില്ലർ സിനിമകളുടെ ഒക്കെ സൗണ്ട് ടെക്നീഷ്യനാണ്. ഷൂട്ട് ചെയ്ത സിനിമകൾക്ക് വേണ്ടിയുള്ള സൗണ്ട് ഇഫക്ട്സ് ഇങ്ങനെ നാച്ചുറൽ ആയിട്ട് പല സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് റെക്കോർഡ് ചെയ്ത് മിക്സ് ചെയ്യുന്ന ഒരു ജോലിയാണ് പുള്ളിക്ക്. അങ്ങനെ ഒരു അർദ്ധരാത്രിയിൽ ഇതുപോലെ ഒരു സിനിമയുടെ സൗണ്ട് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് ഒരു കാറ് പുഴയിൽ നിന്നും താഴേക്ക് വീഴുന്നത് പുള്ളി കാണുന്നു. അതിലുണ്ടായിരുന്ന യാത്രക്കാരിൽ ഒരു സ്ത്രീയെ അയാൾ രക്ഷിക്കുന്നു. പക്ഷെ മറ്റൊരാൾ കൂടി ആ കാറിൽ ഉണ്ടായിരുന്നു. അതൊരു പ്രമുഖ വ്യക്തിയായിരുന്നു. ആ ആക്സിഡന്റ് സ്വാഭാവികമായിട്ട് നടന്നതാണോ അതോ അതിൽ എന്തെങ്കിലും നിഗൂഢതയുണ്ടോ എന്നുള്ളത് ജാക്ക് ടെറി അന്വേഷിക്കുന്നതാണ് ഈ പടത്തിന്റെ കഥ. ചിത്രം 1981 റിലീസായ ബ്രയൻ ഡി പാൽമ രചനയും സംവിധാനവും നിർവഹിച്ച് ജോൺ ട്രവോൾട്ട, നാൻസി അലൻ തുടങ്ങിയവർ പ്രധാന വേഷത്തിൽ വന്ന ബ്ലോ ഔട്ട്. ശബ്ദത്തിന്റെ സഹായത്തോടെ കുറ്റവാളിയെ വിദഗ്ധമായിട്ട് കണ്ടുപിടിക്കുന്ന ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് സിനിമയ്ക്കുള്ളത്. ഇറങ്ങിയ കാലഘട്ടമൊക്കെ പരിഗണിക്കുമ്പോൾ ഇതിന്റെ ക്ലൈമാക്സ് ഒക്കെ വളരെ മികച്ച ത്രില്ലിംഗ് ആയിട്ടുള്ള അനുഭവങ്ങൾ ഒന്നാണ് എന്ന് തന്നെ പറയാം. ഒരു ഹിച്ച്കോക്ക് സ്റ്റൈലിലാണ് സിനിമ ഒരുക്കിയിട്ടുള്ളത് തന്നെ. നായകനൊപ്പം തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വില്ലൻ ഉള്ളതും ഈ പടത്തിന്റെ കഥയുടെ ഒരു പോസിറ്റീവ് ആണ്. നായകൻ ജാക്ക് ടെറി ആയിട്ട് വന്നിരിക്കുന്നത് ജോൺ ട്രവോൾട്ടയാണ്. കിടിലം പെർഫോമൻസ് ആയിരുന്നു. പുള്ളിയുടെ ഏറ്റവും ചെറുപ്പത്തിലെ സിനിമകളിൽ ഒന്നാണ്. ഈ സിനിമ കണ്ടിട്ടാണ് പുള്ളിയെ പൾപ്പ് ഫിക്ഷനിലേക്ക് ക്വിന്റൻ ടെറന്റീനോ തെരഞ്ഞെടുത്തതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ടെറന്റീനോയുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സിനിമകളിൽ ഒന്നാണ് ബ്ലോ ഔട്ട്. സോ നിങ്ങൾ കാണാത്തവർ ഈ പടം കാണാനുള്ള ഒരു കാരണം കൂടിയാണ് അത്. പടം MGM+ നിങ്ങൾക്ക് കാണാം. ആൻഡ് ഇത് സ്ട്രിക്ട്ലി 18+ ആണ്, അത് ഓർക്കുക.